പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുന്നലൈക്കും. ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്, നമ്മുടെ ക്ലാസിന്റെ ടൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദാബിൽ നിന്ന് അദബിലേക്ക് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അദാബിൽ നിന്ന് അദബിലേക്ക് മനുഷ്യ മനസ്സിന്റെ യാത്രയാണ് സത്യത്തിൽ നടക്കേണ്ടത്. നാറിൽ നിന്ന് നൂറിലേക്ക് എന്നുള്ളത് നമ്മൾ ഒരിക്കൽ പറയേണ്ടതായിട്ടുണ്ട്. ഒരിക്കലല്ല, പല പ്രാവശ്യം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. നാറിൽ നിന്ന് നൂറിലേക്ക്, നാറിലൂടെ കടന്നു പോയിട്ടാണ് നൂറിലേക്ക് എത്തുന്നത് എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നതുപോലെ തന്നെ അദാബിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ മനസ്സ് അദബിലേക്ക് എത്തുന്നത് എന്നർത്ഥം. അപ്പൊ പക്ഷേ ഈ അദാബ് എന്ന് പറഞ്ഞാൽ കഠിനമായ ശിക്ഷ എന്നല്ലേ? പരലോകത്ത് കൊണ്ടുപോയി നരകത്തിലിട്ട് കഠിനമായ ശിക്ഷ നടപ്പിലാക്കുന്നതിനെ കുറിച്ചല്ലേ അദാബ് എന്ന് പറയാ എന്നുള്ളത്. അതിനെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല. അതിനെ നിഷേധിക്കാനോ അതിനെ തള്ളിക്കളയാനോ പരിഹസിക്കാനോ ഒന്നും നമ്മളല്ല. നമ്മൾ അതിൻ്റെ വൈജ്ഞാനികമായ ആന്തരികമായ തലമാണ് വിശദീകരിക്കുന്നത്. സത്യത്തിൽ അദാബ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻസാറാണ്, അല്ലെങ്കിൽ ഒരു ഇൻസാർ, ജറസുൽ ഇൻസാർ എന്ന് പറയാം. നമുക്ക് ഒരു മുന്നറിയിപ്പിന്റെ ബെല്ലടിയാണ് സത്യത്തിൽ. അത് ഒരു ഇന്തിബാഹാണ് അതെന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ഉണർത്തലാണ് സത്യത്തിൽ അദാബ് എന്ന് പറയുന്നത്. നമ്മുടെ റബ്ബിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ഉണർത്തലാണ് സത്യത്തിൽ. അത് നമ്മുടെ ലക്ഷ്യമല്ല, മറിച്ച് അത് വസീലത്താണ്, മാധ്യമമാണെന്നർത്ഥം. നമ്മുടെ ദാത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ റബ്ബിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു വസീലയാണ്, ഒരു മാധ്യമമാണ് സത്യത്തിൽ അദാബ് എന്ന് പറയുന്നത്. അതാണല്ലോ ഈ അദാബ് പറഞ്ഞതിന് ശേഷം ലഅല്ലഹും യർജിഊൻ എന്നാണ്, അവർ മടങ്ങുന്നതിന് വേണ്ടിയാണ് ഞാൻ അവരെ ശിക്ഷ നടപ്പിലാക്കുന്നത് എന്ന് പറയുന്നത്. അതാണ് വമാ നുരീഹിം മിൻ ആയത്തിൻ ഇല്ലാഹിയ അക്ബറു മിൻ ഉഖ്തിഹാ വഅഖദ്നാഹും ബിൽ അദാബി. അതാണ്, നാം അവരെ പിടികൂടി, അദാബ് കൊണ്ട് അവരെ നാം പിടികൂടി, ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങുന്നതിന് വേണ്ടി എന്നാണ്. അപ്പോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംഘർഷങ്ങൾ, ഒരു ഉദാഹരണം പറയാം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വേദനകൾ, അസ്വസ്ഥതകൾ, അതിനെ നമ്മൾ അഭിമുഖീകരിക്കുകയും അതിനെ നമ്മൾ നേരിടുകയും ചെയ്തിട്ടില്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായ പ്രതിസന്ധികളെയും അസ്വസ്ഥതകളെയും വേദനകളെയും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതാണ് വമാ നുരീഹിം മിൻ ആയത്തിൻ ഇല്ലാഹിയ അക്ബറു മിൻ ഉഖ്തിഹാ എന്ന് പറയുന്നത്. ഓരോ ആയത്ത് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോഴും അതിനേക്കാൾ അക്ബർ ഉണ്ടായിരിക്കുന്നതാണ്. അതാണ് വല നുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ എന്ന് പറയുന്നുണ്ട്. അദാബുൽ അദ്നാ, ഏറ്റവും താഴ്ന്ന തലത്തിൽ നിന്ന് അദാബുൽ അക്ബറിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോവുകയാണ്. പിന്നെ നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ, ഇപ്പൊ ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിനെ നേരിടുകയാണ് വേണ്ടത്. ഇപ്പൊ ഈ അടുത്തന്നെ നമുക്ക് മാനസികമായി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സഹോദരന്റെ സംസാരം ഉണ്ടായി. ആ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അത് സത്യത്തിൽ നമ്മളെ ഒരു അധ്യാപകനായിട്ട് നമ്മൾ അതിനെ കാണുകയാണ് വേണ്ടത്. അതിന്ന് ആ പ്രശ്നങ്ങളെ മുവാജഹത്ത് നേരിടാതെ, അതിനെ അഭിമുഖീകരിക്കാതെ, ആ പ്രശ്നങ്ങളെ നമ്മൾ സോൾവ് ചെയ്തിട്ട് നമ്മുടെ റബ്ബിലേക്ക് നമ്മൾ മടങ്ങാതെ, ആ അസ്വസ്ഥതകളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ അദാബായിരിക്കും പിന്നീട് നമ്മൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക. മാനസിക സംഘർഷങ്ങൾ,
അതാണ് കലിക്ക് എന്ന് പറയുന്ന അസ്വസ്ഥതകൾ ഉണ്ടാവും, കലക്കുണ്ടാവും, ആപത്ത് വേദനകൾ ഉണ്ടാവും. ആവർത്തിച്ചുള്ള മെസ്സേജുകൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും ആവർത്തിച്ചുള്ള മെസ്സേജുകൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാല് നിന്റെ സലാമും നിന്റെ അമ്നും നമുക്ക് നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുപാടുകളിൽ നിന്ന് മെസ്സേജുകളായിട്ട് നമുക്ക് ഉണ്ടാവുമ്പോൾ അതിനെ നമ്മൾ മുവാജഹത്ത് അഭിമുഖീകരിക്കുകയാണ് വേണ്ടത്. അതായത് മനസ്സിന്റെ പിന്നെ ആപത്തുകള്, വേദനകള്, കലക്കുകള്, അസ്വസ്ഥതകള്, ശത്രുത, പകകള്, ഇതൊക്കെ സത്യത്തിൽ നമുക്ക് ഒരു മുഅല്ലിമാണ് ആകേണ്ടത്. നമ്മുടെ ഒരു അധ്യാപകനായിട്ടാണ് അതിനെ മാറേണ്ടത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വേദനിപ്പിക്കുന്ന ഒരു വാക്ക് നമ്മുടെ സഹോദരന്മാർ നമ്മളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഷുഊറുകൾ നമ്മുടെ മനസ്സിൽ പിന്നെ ഹുസൻ ഉണ്ടാക്കുന്നു, അത് വേദനയുണ്ടാക്കുന്ന ഷുഊറുകൾ, വികാരങ്ങൾ നമുക്കുണ്ടാക്കുന്നു. അതുപോലെ നമ്മുടെ മനസ്സിൽ കലക്ക്, അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു, ആപത്ത്, വേദനകൾ ഉണ്ടാക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് നമ്മൾ പഠിക്കേണ്ട? അധ്യാപകൻ നമ്മുടെ അതിനെയൊക്കെ നമ്മൾ ഒരു അധ്യാപകനായിട്ട് കാണണം എന്ന് നമ്മൾ പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ അതിനെ അഭിമുഖീകരിക്കുകയും നമ്മൾ നമ്മുടെ മനസ്സിനെ സലാമിലേക്കും അമ്നിലേക്കും കൊണ്ടുവരികയും നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഇതുപോലത്തെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുകൾ ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യണം. അതാണ് നമുക്ക് സത്യത്തിൽ അതൊരു വലിയ അധ്യാപകനാണ് നമ്മുടെ. അങ്ങനെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും അതിനെ പിന്നീട് നമ്മൾ അഭിമുഖീകരിക്കാതെ അതിൽ നിന്ന് നമ്മൾ ഒളിച്ചോടിയാൽ അതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ, വേദനകൾ, പ്രയാസങ്ങൾ, അസ്വസ്ഥതകൾ നമ്മൾ നേരിടേണ്ടി വരും എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ നമ്മുടെ റബ്ബിലേക്കുള്ള തിരിച്ചുപോക്കിനുള്ള കാരണമായിട്ട് ഒരു ഗുരുനാഥനായിട്ട് നമ്മൾ കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോ അതാണ് അദാബിൽ നിന്ന് അദബിലേക്ക്. അതായത് മാഉൻ ഉജാജ് എന്ന് പറഞ്ഞല്ലോ, അതിന് നമ്മളിപ്പോ പറയണ ഒന്ന് ഉപ്പുവെള്ളം, ഒന്ന് മാഉൻ ഫുറാത്തുൻ അദബ്, അതാ മാഉൻ ഫുറാത്തുൻ അദബുൻ എന്ന് പറയുന്നത്. ഒന്ന് ശുദ്ധമായ ജലം എന്ന് പറഞ്ഞിട്ട് ഒരു കടലിലെ രണ്ട് വെള്ളത്തെ കുറിച്ചാണ് ഇപ്പോ നമ്മൾ അത് മനസ്സിലാക്കണം. അതിന്റെ ബാഹ്യാർത്ഥത്തിൽ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അതിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷെ അതിന്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് നമ്മുടെ മനസ്സിന്റെ ശവായിബുകളാണ്, നമ്മുടെ മനസ്സിന്റെ വൈകൃതങ്ങളാണ്. ഒന്ന് മാഉൻ ഉജാജ്, മാവ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ജ്ഞാനം, മനസ്സിലേക്ക് കിട്ടുന്ന ജ്ഞാനമാണത്. ആ ജ്ഞാനം പകയുടെയും ശത്രുതയുടെയും ഭയത്തിന്റെയും അസ്വസ്ഥതയുടെയും ഒക്കെയാണെങ്കിൽ ആ അദാബ് തഅദീബ്, അതിനെ തഅദീബ് ചെയ്യണം എന്നർത്ഥം. അതിനെ ശുദ്ധീകരിച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആ മാഉൻ ഉജാജിനെ മാഉൻ അദബിലേക്ക് കൊണ്ടുവരണം എന്നർത്ഥം. ഒന്നല്ലെങ്കിൽ നിങ്ങൾ സഹോദരങ്ങളെ ശ്രദ്ധിച്ച്, ഒരേ വാക്കിന് ഒരേ അദാബ് അദബ്, ഒരു അലിഫിന്റെ നാറ് നൂറ്. നാറ് അത് നരകത്തിലെ തീ തന്നെ, നൂറോ അത് വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഒക്കെ സ്നേഹത്തിന്റെയും ദൈവികമായ വെളിച്ചമാണ്. ഒരാൾക്ക് ഹിദായത്ത് കിട്ടുന്ന, മാർഗദർശനം കിട്ടുന്ന ഹിദായത്തിന്റെ വെളിച്ചമാണ് അത് എന്ന് പറയും. അപ്പൊ നാറ് ഊർജതന്ത്രത്തിലെ പിന്നെ അതിന്റെ മെറ്റീരിയലായ തലത്തിലുള്ള തീ തന്നെയാണ്. അത് എല്ലായിടത്തൊന്നുമില്ല, ചിലയിടങ്ങളിൽ മാത്രം. ചിലയിടങ്ങളിൽ നാറിന് തീ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ നാറിന് നമ്മൾ അതിന്റെ ആലങ്കാരിക പ്രയോഗമാണെന്നും പറയും. അങ്ങനെ രണ്ടർത്ഥത്തിലാണ് നമ്മൾ പറഞ്ഞു പഠിച്ചു പോന്നിട്ടുള്ളത്. നമ്മളെ തന്നെ കുറ്റം പറയാൻ നല്ലത്, വേറൊരു നമ്മുടെ ഒരു ജ്ഞാനികളായ പണ്ഡിതന്മാര് നമ്മൾ പറയണ്ട, നമ്മളെ തന്നെ തിരുത്താൻ ശ്രമിക്കാം. എന്നാൽ നൂറ് അത് ഇൽമിന്റെയും മഹബത്തിന്റെയും ഹിദായത്തിന്റെയും ഒക്കെ വെളിച്ചം തന്നെയാണ് അത്. അത് സത്യത്തില് ഈ സൂര്യപ്രകാശമോ അല്ലെങ്കിൽ ബൾബിന്റെ പ്രകാശമോ ഒന്നൊന്നുമല്ല. ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് വാർത്ത. അതിന് നമ്മൾ വേറൊരു വിഷയമായിട്ട് നമ്മൾ സംസാരിക്കാം, അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പൊ നമ്മുടെ ദാഖിലുൻ നഫ്സ്, നഫ്സിന്റെ അകങ്ങളിൽ നിന്ന്, നഫ്സുദ്ദാഖിലി നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന അതിലെ അസ്വസ്ഥതകളും വേദനകളും പ്രയാസങ്ങളും അലമ് വേദന, ആ വേദനകളും ഒക്കെയാണ് അതിൽ നിന്ന് മനസ്സിനെ സലാമിലേക്കും അമ്നിലേക്കും നമ്മൾ കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ ആ മാ ഉൻ ഉജാജിൽ നിന്ന് മാ ഉൻ അദബുൻ എന്ന് പറയുന്ന ആ ശുദ്ധമായ ജ്ഞാനത്തിന്റെ ജലത്തിലേക്ക് നമ്മൾ എത്തുന്നത്. മനസ്സിലാക്കുക. അതാണ് മാ ഉൻ അദബ്. അതാണ് അദാബ്. ആ അലിഫിനെയാണ് നീക്കിയിട്ട് അദബ് ആക്കുക. അള്ളാഹുവിന്റെ ബയാനിൽ നിന്ന് അള്ളാഹുവിന്റെ മുആയനത്തും ദബത്തും തടഞ്ഞു നിർത്തുന്നത്, ബയാനിലേക്ക് എത്തിക്കുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തുന്നതാണ് അദാബ്. അത് നമ്മൾ പറഞ്ഞു. നാറിന്റെയും നൂന് റുയത്ത്, നൂന് എന്ന് പറയുന്നത് അവന്റെ ബാത്തിനാണ്, ബാത്തിനൻ നഫ്സാണ്, അവന്റെ ഇഹ്തിവാ, അവന്റെ മനസ്സിന്റെ ഉള്ളറകളാണ് അവന്റെ നൂന് എന്ന് പറയുന്നത്. ഇൻസാനിയത്തിന്റെ നൂന് എന്ന് വേണമെങ്കിൽ പറയാം. മാനവികതയുടെ, മനുഷ്യത്വത്തിന്റെ ആ നൂനും അവന്റെ റുയത്ത്, അവന്റെ കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനുള്ള അവന്റെ അവയർനെസ് എന്ന് എന്ത് വേണമെങ്കിലും പറയാം. ഇതിനെ തമ്മിൽ തടഞ്ഞു നിർത്തുന്ന ആ അലിഫ് അങ്ങോട്ട് മാറിയിട്ട് നൂറ് ആയി മാറുകയാണ്. ആ ഓണാകുകയാണ്. നോൻ എന്ന് പറയില്ല, മുസ്ലിമൂൻ എന്ന് പറയുമ്പോ ഓൺ എന്ന് പറയുന്നത് അത് ഓണാകുകയാണ് ചെയ്യുന്നത്. മുസ്ലിമൂന, മോമിനൂന, വാവിട്ട് പറയുമ്പോ മോമിനൂന, മുസ്ലിമൂൻ, ഓൺ, വാവ് നൂന്, ഓൺ എന്നുള്ള ഊൺ എന്നുള്ളതാണ്. ഓണാകുകയാണ് നമ്മുടെ ഉള്ളിൽ. ആ പ്രവർത്തനം സജീവമായി അത് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണെന്നുള്ളത് ഓണാകുകയാണ് ചെയ്യുന്നത്, ആ പറയുന്ന ക്രിയ. മുസ്ലിം മീൻ എന്ന് പറയുമ്പോൾ അപ്പൊ അതിന്റെ ഉള്ളിലൂടെ കടന്നു പോകണേ ഉള്ളൂ. ഇന്നിലാണ് ഇപ്പൊ അത് നമ്മൾ ഒരിക്കൽ സൂചിപ്പിച്ചപ്പോ ഒരു സഹോദരൻ അത് വിളിച്ചെന്നോട് സംസാരിച്ചു. നല്ലൊരു ആശയാണ് ആ പറഞ്ഞത് മാഷെന്ന്. അങ്ങനെ ഒരുപാട് കാര്യങ്ങള് മുസാഫിലെ വാക്കുകളും പിന്നെ മറ്റു ഭാഷയിലെ വാക്കുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരുപാട് നമ്മൾ ഇനി വിശദീകരിക്കാൻ പോകുന്നുണ്ട്. അത് പിന്നെ വിശദീകരിക്കാം. അപ്പോ ദാഖിലുൻ നഫ്സ്, മനസ്സിന്റെ അകങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകളുടെയും വേദനകളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ അതിനെ നമ്മളൊരു ഗുരുനാഥനായിട്ട്, മുഅല്ലിമായിട്ട് കാണുകയും അധ്യാപകനായിട്ട്, ഗുരുനാഥനായിട്ട് കാണുകയാണ്. അത് നമ്മൾ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ഇൻദാർ, ജറസുൽ ഇൻദാറാണ്, അല്ലെങ്കിൽ ജറസുൽ ഇന്തിബാഹാണ്. നമ്മളെ ഉണർത്താനുള്ള ഒരു ബെല്ലടിയാണ് സത്യത്തിൽ അദാബ് എന്ന് പറയുന്നത്. ഇങ്ങനെ പോയാൽ നിനക്ക് ഇതിനേക്കാൾ ഭീകരമായ മാനസികമായ സംഘർഷങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കും ഭയങ്ങളിലേക്കും ഭ്രാന്തിലേക്ക് വരെ അത് നിന്നെ എത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് നീ പിന്തിരിഞ്ഞ് നിന്നെ തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്റെ റബ്ബിലേക്ക് നീ തിരിച്ചു വരണം എന്നുള്ള അവന്റെ ഒരു ഉണർത്തുപാട്ടാണ് സത്യത്തിൽ. അവനെ ഉണർത്താനുള്ള ഒരു ബെല്ല്, പിന്നെ ജറസാണ്, ജറസുൽ ഇൻദാർ, മുന്നറിയിപ്പിന്റെ ബെല്ലാണ് സത്യത്തിൽ അദാബ് എന്ന് പറയുന്നത്. അതാണ് ഈ അദാബ് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ലഅല്ലഹും യർജിഊൻ എന്ന് പറയുന്നത്. ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ് എന്ന് പറഞ്ഞിട്ട് അവിടെയും ലഅല്ലഹും യർജിഊൻ എന്ന് പറയുന്നുണ്ട്. വഅഖദ്നാഹും ബിൽ അദാബി ഫമസ്തകാനൂ ലിറബ്ബിഹിം വമാ യതളറഊൻ എന്ന് പറയുന്നത് അതാണ്. ഞാൻ അവരെ അദാബ് കൊണ്ട് അവരെ പിടികൂടി, പക്ഷേ അവരവരുടെ റബ്ബിലേക്ക് ഇസ്തിക്കാനത്ത്, ശാന്തമായി അടങ്ങി അതിലേക്ക് സുക്കൂനാകാൻ അവർ തയ്യാറായില്ല. വമാഹും യതളറഊൻ, അവര് വിനീതരാകാനും, അവര് വിനീതരായി റബ്ബിലേക്ക് അടങ്ങാനും ഒതുങ്ങാനും അവർ തയ്യാറായില്ല എന്ന് പറയുന്നത് അതാണ്. അതൊക്കെ ഇവിടുന്ന് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ലഅല്ലഹും യർജിഊൻ എന്ന് പറയുന്നത് പിന്നെ എവിടേക്കാണ് ഈ മടങ്ങണത്? നാളെ പരലോകത്ത് പോയി നരകത്തില് ഇട്ട് പിന്നെ അതിൽ കടന്ന് പൊരിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ ഇനി അവിടുന്ന് ലഅല്ലഹും യർജിഊൻ അവരിനി മടങ്ങണത് എവിടേക്കാണ്? അപ്പൊ ആ അദാബൊക്കെ ദുനിയാവിലാണ്. പക്ഷേ പരലോകത്തില് അദാബുൽ അക്ബർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അതിനെ
പിന്നെ ന്യായീകരിച്ച് പറയാറുള്ളത്. അത് അങ്ങനെ ന്യായീകരിച്ച് പറയുന്ന ആളുകൾ അത് കാത്തിരിക്കുകയും അതിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് അംഗീകരിക്കുകയും ചെയ്തു കൊള്ളട്ടെ. അതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അവിടെ തർക്കത്തിനൊന്നും നമ്മൾ ആരോടും തർക്കിക്കാനൊന്നുമില്ല. കാരണം വേറൊരു ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അതുണ്ടോ അല്ലേ എന്ന് പറയാനുള്ള പിന്നെ അവകാശമൊന്നും നമ്മളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഉണ്ടെന്നോ ഇല്ല എന്നോ പറയാൻ നമ്മൾ ആളല്ല. നമ്മൾ ഈ പറയുന്നത് ഖുർആനില് ഇതിൻ്റെ ഈ അദാബിന് വന്ന ആ അദാബിൽ നിന്ന് അദബിലേക്കുള്ള നമ്മുടെ യാത്രയെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സലാം.